നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരു മാധ്യമത്തിൽ SDP സംസ്ഥാന ഉപാധ്യക്ഷൻ കുറച്ച് കാര്യങ്ങൾ പറയുകയുണ്ടായി. അവർക്ക് SDP വളരെ കൃത്യമായ ഒരു പദ്ധതിയുണ്ട്. കേരളം എങ്ങനെ പിടിക്കണം എന്നതിനെക്കുറിച്ച്, ഭാരതം എങ്ങനെ പിടിക്കണം എന്നതിനെക്കുറിച്ചുമൊക്കെ കൃത്യമായ പദ്ധതികൾ അവർക്കുണ്ട് എന്ന് നേരത്തെയും അവർ പറഞ്ഞിട്ടുണ്ട്. 2047 ഭാരതത്തിനകത്ത് ഒരു ഭരണമുണ്ടാക്കണം എന്ന ഒരു നിലപാട്. സത്യത്തിൽ അവർ ഉദ്ദേശിക്കുന്ന ഭരണം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തന പദ്ധതിയാണ് അവർ വയ്ക്കുന്നത്. കൃത്യമായി ഇതിനെ നിരീക്ഷിച്ചാൽ മനസ്സിലാകും. ഇപ്പോൾ തന്നെ അവരൊരു നിർണായക ശക്തിയാണ് എന്ന് പറയേണ്ടി വരും. അതായത് പലർക്കും സംശയം തോന്നുക, എങ്ങനെയാണ് SDPI ഒരു നിർണായക ശക്തിയായി ഇപ്പോൾ മാറിയിട്ടുള്ളത് എന്ന്. ഇത് പറയുന്നത് തികഞ്ഞ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെയാണ്. മുസ്ലിം ലീഗിനകത്ത്, കോൺഗ്രസിനകത്ത്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്ത്, മുസ്ലിം ലീഗിനകത്തും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്തും അതോടൊപ്പം തന്നെ കോൺഗ്രസിനകത്തുമൊക്കെ വലിയ രീതിയിൽ സ്വാധീനം അവർക്കുണ്ട്. ഒരുപക്ഷേ മുസ്ലിം ലീഗിനെ SDP വിഴുങ്ങി എന്ന് പറഞ്ഞാൽ പോലും അതിന് അതിശയോക്തിയില്ല. അതുകൊണ്ടാണ് അവർക്ക് വളരെ കൃത്യമായ പദ്ധതി ഉള്ളത് കൊണ്ടാണ് അവർക്ക് ഇപ്പോഴത്തെ മഞ്ചേശ്വരം തിരഞ്ഞെടുപ്പിൽ നിന്ന് അവർക്ക് മാറാൻ കഴിഞ്ഞത്. അതായത് സുരേന്ദ്രനെ പരാജയപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് അവർ മാറിയിട്ടുണ്ടെങ്കിൽ, വേങ്ങരയിൽ അവർ മാറിയിട്ടുണ്ടെങ്കിൽ, തീർച്ചയായും അവരുടെ പദ്ധതി ഏത് പ്രസ്ഥാനത്തിന് വേണ്ടി മാറിക്കൊടുത്തു, ആ പ്രസ്ഥാനത്തിനെ വിഴുങ്ങുക എന്ന ലക്ഷ്യം തന്നെയാണ് അതിനുണ്ടത്. ഇത് കുറച്ചധികം നാൾ പിറകിലേക്ക് പോയാൽ നമ്മൾ അസ്ത്രം ഗഫൂർ എന്നൊക്കെ വിളിച്ച ഫസൽ ഗഫൂർ പറഞ്ഞ ആയുധങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അവലും മലരും സൂക്ഷിച്ചോളൂ, കുന്തിരിക്കം കാത്തുവച്ചോളൂ എന്നൊക്കെ പറയുന്ന തരത്തിൽ ഇതിനെ എതിർക്കുന്നവരെ എങ്ങനെ നേരിടണം എന്നുള്ള കാര്യത്തിൽ പോലും അവർക്ക് വളരെ ശക്തവും കൃത്യവുമായ തീരുമാനങ്ങളുണ്ട്. അഭിമന്യുവിനെ നിഷ്കരുണം വധിച്ചതിന് ശേഷം എങ്ങനെയാണ് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ അവർ നേടിയെടുത്തത്? എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ പിന്തുണ അവർ നേടിയെടുത്തത്? എങ്ങനെയാണ് മുസ്ലിം ലീഗിനെ അപ്പാടെ വിഴുങ്ങുവാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു ശക്തി ഉണ്ടായത്? തീർച്ചയായിട്ടും അവർ ഉപയോഗിച്ച പ്ലാനുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഇങ്ങനെ പോയാൽ, അതായത് പൊളിറ്റിക്കൽ ഇസ്ലാം കേരളത്തെ വിഴുങ്ങും എന്നതിന് യാതൊരു സംശയവുമില്ല. നമ്മൾ അവരുടെ വസ്ത്രധാരണ രീതി എങ്ങനെയാണ് മാറി മറിയുന്നത് എന്ന് നോക്കിയാൽ, ഇന്ന് ഒരുപക്ഷേ പർദ്ദ ധരിക്കാത്ത വളരെ തുച്ഛമായ ആൾക്കാർ മാത്രമേ ആ സമൂഹത്തിൽ നിന്ന് കടന്നു വരുന്നുള്ളൂ എന്നുള്ളതാണ്. അത് ഇതിനെ എതിർക്കുന്ന കുറച്ചാൾക്കാർ മാത്രമാണ്. ഈ ഉമ്മത്ത് നമുക്ക് അന്താരാഷ്ട്ര തലത്തിൽ പോലും കാണുവാൻ കഴിയും. ഇപ്പോൾ ഇറാനെതിരെ നമ്മളൊരു വാർത്ത ചെയ്താൽ അതിന് താഴെ വരുന്ന കമൻറ്റുകൾ പലരും ഇറാന് അനുകൂലമായതുകൊണ്ടല്ല, ഇറാൻ ചെയ്യുന്നത് ന്യായമായതുകൊണ്ടല്ല, ഇറാൻ ചെയ്യുന്ന പല കാര്യങ്ങളിലും പല ചെയ്തികളിലും പലതരത്തിലുള്ളതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ 2047 ഇസ്രായേലിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യും എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? ജൂതവിരോധമാണ് അടിസ്ഥാനപരമായി ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അങ്ങനെ ഒരു രാഷ്ട്രം ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോയി അവരുടെ ഇടയിൽ നിന്ന് അവർക്കുള്ളിൽ അവർ ആറ്റം ബോംബിന് വേണ്ടിയിട്ടുള്ള യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ്? അതിന് പ്രതിരോധം തീർക്കുവാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ശ്രമിക്കുന്നതിൽ എന്താണ് തെറ്റ്? അങ്ങനെ ഓരോ കാര്യങ്ങൾ എടുക്കുമ്പോഴും ഇറാന് ഇത്ര ശക്തമായ പിന്തുണ ലഭിക്കുന്നു. ഇനി പാകിസ്ഥാൻ, ഇറാനെ മാറ്റി നിർത്തും, പാകിസ്ഥാന് ശക്തമായ പിന്തുണ ലഭിക്കുന്നു. അമേരിക്കയുടെ കോൺഗ്രഷണൽ റിപ്പോർട്ട് ഇന്നലെ വരികയുണ്ടായി. ആ കോൺഗ്രഷണൽ റിപ്പോർട്ടിൽ പറയുന്നത് 12 ആഗോള ഭീകരവാദ സംഘടനകൾ പാകിസ്ഥാനിലുണ്ട് എന്നുള്ളതാണ്. പാകിസ്ഥാനെ ഒരു ഭീകരവാദ രാഷ്ട്രമാക്കി അമേരിക്ക തന്നെ പറഞ്ഞിരിക്കുകയാണ്. അതായത് ഒരു കാലത്ത് പാകിസ്ഥാൻ്റെ ഒറ്റച്ചങ്ങായിയായിട്ട് നിന്ന രാജ്യമാണ് അമേരിക്ക. അമേരിക്കയ്ക്ക് പോലും ഇപ്പോൾ കാര്യം ബോധ്യമായിരിക്കുന്നു, ഇവർ ഭീകരവാദ രാഷ്ട്രമാണ് എന്നുള്ളത്. അങ്ങനെ അമേരിക്ക പോലും പറയുന്ന സ്ഥിതിയിലുള്ളപ്പോൾ ആ കാര്യം പറയുമ്പോൾ അതിന് താഴെയുള്ള കമൻറ്റുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും ഈ പാകിസ്ഥാന് എത്രത്തോളം പിന്തുണ നമുക്കിടയിൽ നിന്ന് പോലും ലഭിക്കുന്നുണ്ട് എന്നുള്ളത്. പാകിസ്ഥാനെ അടിമുടി എതിർക്കുകയല്ല, അവിടെയും മനുഷ്യരുണ്ട്, മനുഷ്യർ തന്നെയാണ് ആ രാജ്യത്തിനകത്തും താമസിക്കുന്നത്. പക്ഷേ ഇത് മനുഷ്യർക്ക് കൊടുക്കുന്ന പിന്തുണയല്ല, അവിടുത്തെ ഭീകരവാദികളെ അടക്കം പിന്തുണയ്ക്കുന്നതിന് തുല്യമായ കാര്യം തന്നെയാണ്. ഇതൊരിക്കലും അംഗീകരിക്കുവാൻ കഴിയില്ല. ഇതിന് ശക്തമായ കൃത്യമായ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് അതിനൊരു പ്രതിവിധി.
എപ്പോഴാണോ നമ്മൾ ഈ തരത്തിലുള്ള അപ്പീസ്മെൻറ്റ്, അതായത് അവരെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി ശ്രമം നടത്തുന്നത്, ഇത് ഇങ്ങനെ തന്നെയാണ്. ഇത് ഞാൻ ചരിത്രത്തിൻ്റെ താളുകളിലേക്ക് തിരിച്ചു പോവുകയാണ്. നമ്മൾ ഒരു കാലത്ത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ചില ഇസ്ലാമിക പ്രക്ഷോഭങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലേ? ഖിലാഫത്ത് പോലുള്ള പ്രസ്ഥാനങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്, ഖിലാഫത്ത് പോലുള്ള സമരമുറകൾ. നമ്മൾ എന്തിനായിരുന്നു തുർക്കിയിലെ സുൽത്താനെ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് സമരം നടത്തിയത്? എന്തിൻ്റെ ആവശ്യത്തിനായിരുന്നു? എന്തിനു വേണ്ടിയിട്ടായിരുന്നു അന്ന് കാർഷിക പ്രക്ഷോഭം എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുവിൻ്റെ തലയറുക്കുന്ന തലത്തിലുള്ള പ്രക്ഷോഭങ്ങൾ കേരളത്തിൽ നടമാടിയത്? എന്തിനു വേണ്ടിയിട്ടായിരുന്നു അതിനെ പിന്നീട് സ്വാതന്ത്ര്യ സമരമായിട്ട് തന്നെ അംഗീകരിച്ചത്? പക്ഷേ അതിൻ്റെയൊക്കെ കൊടുക്കേണ്ടി വന്ന വില എന്തായിരുന്നു? 1905 ജിന്ന പറഞ്ഞത് ഇവിടെ 2 മതമേ ഉള്ളൂ, അന്ന് ഇന്ത്യക്കാരും മറ്റൊന്ന് ബ്രിട്ടനും എന്നാണ്. പക്ഷേ 36 ജിന്നയുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരുന്നു? നിങ്ങൾ ഹോളി ഖുറാനിലും ഇസ്ലാമിലും വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യണം. ഇനി ലേക്കെ പാകിസ്ഥാൻ ലഗേ രഹേ ഹിന്ദുസ്ഥാൻ എന്ന തരത്തിലുള്ള ഡയറക്റ്റ് ആക്ഷൻ ഡേയിലേക്ക് പോയി. അപ്പോൾ നിങ്ങൾ എങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഭീകരവാദികളെ സന്തോഷിപ്പിക്കുവാൻ ശ്രമിക്കുന്നുവോ, അല്ലെങ്കിൽ ഭീകരവാദികളെ നിങ്ങൾ സന്തോഷിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ കൃത്യമായ രീതിയിൽ മതേതരത്വത്തിലും ജനാധിപത്യത്തിലും വിശ്വസിക്കുന്ന ആൾക്കാർ പോലും ഒന്ന് സംശയിക്കും, ഞങ്ങൾ എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത്, ഞങ്ങളെക്കാൾ കൂടുതൽ സഹായം അവർക്കാണ് കിട്ടുന്നതെന്ന്, പലരും അവരെയാണ് സഹായിക്കുന്നതെന്ന്. അവർ കൂടി ഈ ഭീകരവാദത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടിയിട്ട് മാത്രമേ ഇത്തരത്തിലുള്ള ഒരു സഹായ പദ്ധതി കൊണ്ട് സാധിക്കുകയുള്ളൂ എന്ന് തെളിയിക്കപ്പെട്ടതാണ്. ചരിത്രം അങ്ങനെ തെളിയിച്ചതിന് ശേഷമാണ് നമുക്ക് വിഭജിക്കേണ്ടി വന്നത്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വിഭജനമുണ്ടായത്. പക്ഷേ ഇപ്പോഴും നമ്മൾ ആ അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും ഞെട്ടിപ്പിക്കുന്നതുമായ വാസ്തവം. അത് തിരിച്ചറിയുവാൻ നമ്മൾ തയ്യാറാകുന്നില്ല എന്നുള്ളിടത്താണ് നമ്മൾ ബാധിക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ തിമിരം. ഇത് മതേതരത്വമല്ല, മറിച്ച് മതം മൂലം മനുഷ്യനെ വിഭജിക്കുന്ന ഒരു നയം തന്നെയാണിത്. വില്ലന്മാരെ സഹായിക്കുക എന്നതാൽ വില്ലന്മാർ കരുണാർദ്രരായി മാറി ഇനി മഹാത്മാഗാന്ധിയോ അല്ലെങ്കിൽ അതിനേക്കാൾ വലുതായിട്ട് ശ്രീബുദ്ധനോ ഒന്നും ആകില്ല, മറിച്ച് അവർ കൂടുതൽ ഭീകരവാദികളായി മാറും, കൂടുതൽ വില്ലന്മാരായി മാറുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇലക്ഷൻ്റെ സമയത്തും നമ്മളിത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അവരുടെ പല പ്രോജക്റ്റുകളും ഉള്ളറയിലാണ്. ഇപ്പോൾ ലവ് ജിഹാദ് നടക്കുന്നില്ലേ? ലവ് ജിഹാദ് വളരെ കൃത്യമായി നടക്കുന്നുണ്ട്. ലവ് ജിഹാദ് എന്ന പേര് ഉപയോഗിക്കുന്നില്ല. ഡിജിറ്റൽ ജിഹാദ് നടക്കുന്നില്ലേ? ഡിജിറ്റൽ ജിഹാദ് വളരെ കൃത്യമായി തന്നെ നടക്കുന്നുണ്ട്. ഡിജിറ്റൽ, അതായത് അഭ്യസ്തവിദ്യരായിട്ടുള്ള ആൾക്കാരെ ഭീകരവാദികളാക്കാൻ പറ്റിയുള്ള പല പ്രോജക്റ്റുകളും നടക്കുന്നുണ്ട്. ഇനി വൈറ്റ് കോളർ ടെററിസം നടക്കുന്നില്ലേ? കേരളം അതിൻ്റെ ഒരു ഹബ്ബായി പോലും മാറുന്നുണ്ട്. ഇന്ന് ലഷ്കർ ഭീകരന്മാരെ പിടികൂടിയത് പഞ്ചാബിൽ നിന്നാണ്. മയക്കുമരുന്നിൻ്റെ വ്യാപാരമാണ്. നമ്മളെവിടെയാണ് നിൽക്കുന്നത്? ഒരു തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ അടുത്ത സമയത്ത് എത്ര പേരെയാണ് കേരളത്തിൽ നിന്ന് മയക്കുമരുന്ന് പിടികൂടിയത്? മയക്കുമരുന്നിൻ്റെ വിപണന കേന്ദ്രമായിട്ട് നമ്മുടെ സിനിമാ മേഖല മാറിയിട്ട് എത്ര നാളായി? ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണ്? ഇതിൻ്റെയൊക്കെ ഉള്ളറ എന്താണെന്ന് തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതിനെ ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. ചോദ്യം ചെയ്തില്ല എങ്കിൽ ഇവിടെയാണ് പലതും ചോദ്യം ചോദിക്കേണ്ടത്. ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും എന്ന് പറയേണ്ടത് ഇവിടെയാണ്. പക്ഷേ അങ്ങനെ ചോദിക്കുവാൻ വേണ്ടിയിട്ട് എത്ര മാധ്യമങ്ങൾ തയ്യാറായിട്ടുണ്ട്, എത്ര രാഷ്ട്രീയ പ്രവർത്തകർ തയ്യാറായിട്ടുണ്ട്? അതിന് തയ്യാറായിട്ടുള്ള ആരും തന്നെ, അല്ലെങ്കിൽ വളരെ വിരളമായിട്ടുള്ള BJP ചോദ്യം ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ സംഘപ്രസ്ഥാനങ്ങൾ ചോദ്യം ചെയ്യുന്നുണ്ടായിരിക്കാം. അതല്ലാതെ മറ്റാരും ചോദ്യം ചെയ്യുന്നില്ല എന്നാണ്. കാരണം അങ്ങനെ ചോദ്യം ചെയ്താൽ മതേതരത്വം തകർന്നു പോകും എന്നതാണ്. സണ്ണി കവിക്കാടും അതേപോലെ തന്നെ ശ്യാംകുമാറും ഒക്കെ പടച്ചുവിടുന്ന തരത്തിലുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനമാണ്. തീർച്ചയായിട്ടും ഇതിനെ ചോദ്യം ചെയ്തില്ല എങ്കിൽ അത് നമ്മെ തിരിഞ്ഞു കടിക്കുക തന്നെ ചെയ്യും. അതിന് യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. ഓട്ടപ്രദക്ഷിണം ഇങ്ങനെ ഓടിത്തീർക്കുന്നത് ഒറ്റ വാർത്തയിലൂടെയല്ല, പല വാർത്തകളിലൂടെയാണ്. ഈ പല വാർത്തകൾ, അതായത് ഇറാൻ്റെ വിഷയത്തിലായാലും പാകിസ്ഥാൻ്റെ വിഷയത്തിലായാലും കേരളത്തിനകത്ത് നടക്കുന്ന സംഭവത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലായാലും ഇത് ചോദ്യം ചെയ്യപ്പെടണം. ഇത് കൃത്യമായിട്ട് വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. അത് നമ്മൾ വിലയിരുത്തി ചോദ്യം ചെയ്ത് അതിൻ്റെ ഉത്തരം കണ്ടെത്തി അതിന് പരിഹാരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം
ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.